ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് പോസിറ്റീവായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയച്ച എല്ലാവർക്കും 1000 താങ്ക് യു. ഇനിയും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണാം കേട്ടോ. അതിൽ പറഞ്ഞേക്കുന്ന സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. ഇതാണ് എൻ്റെ ID. അപ്പോൾ അതിലും കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഹൈസുവിൻ്റെ കാതുകുത്തിൻ്റെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആൾ എണീച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പത്തിരിയും തേങ്ങാപ്പാലൊക്കെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ കഴിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും, 1 മണിക്കൂറൊക്കെ എടുക്കും. ആൾ സ്ക്രീൻ ടൈമൊന്നും വേണ്ട, ഇങ്ങനെ നടന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെ പതുക്കെ കഴിക്കും. സ്ലോ ഈറ്ററാണ്, പക്ഷെ കഴിച്ചോളും, സമയം എടുക്കും. ഫോണൊന്നും അങ്ങനെ ആദ്യമൊക്കെ കാണുമായിരുന്നു കേട്ടോ. അത്ര ഡീസൻ്റ് ആളൊന്നും അല്ല, ആദ്യമൊക്കെ കാണുമായിരുന്നു. പിന്നെ കണ്ട സാധനം തന്നെ കണ്ട് ആകെ ബോറടിച്ചിട്ടാണോന്ന് അറിയില്ല, പിന്നെ ഇഷ്ടമില്ല ആൾക്ക്. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ എടുത്ത് സമയം എടുത്ത് കഴിച്ചു. ഹായ് പറഞ്ഞേ. ഹായ്. കാതുത്താൻ പോണ്ടേ നമുക്ക്? എവിടെ കാതുത്തുന്നത്? എവിടെ കാതുത്തുന്നത്? എവിടെ ഐസുവിന്റെ കാതുത്തുന്നത്? എവിടെ കണ്ട? അവിടെയാണ് ഞങ്ങൾ കാതുത്തുന്നത് അല്ലേ? ഇഷ്ടമാണോ കാതുത്തുന്നത്? ഇഷ്ടമാണോ? ഞങ്ങൾക്ക് കാതുത്തുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കരയോ കുത്തുമ്പ? അങ്ങനെ കുറച്ചൊക്കെ കരയും. ഞങ്ങൾ തലയിലൊക്കെ എണ്ണിട്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? കുളിച്ചാൻ പോവും. കുളിച്ചാൻ പോവും ഞങ്ങൾ. ഒരു ഉമ്മടുത്തെ ഫ്ലൈങ് കിസ് കൊടുത്താൽ മതി. ഓക്കേ. നാണുമില്ല. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ, സുന്ദരി ആയല്ലോ ഞങ്ങള്. സുന്ദരി കണ്ണടക്ക് മതി. അങ്ങനെ കുളിച്ച് കണ്ണൊക്കെ കഴിഞ്ഞ ശേഷം ആളിത് വാപ്പാടത്ത് കിന്നാരം പറയും പോണ കാര്യമൊക്കെ പറയാട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ആൾക്ക് ഇഷ്ടമാണ് കൺമലൊക്കെ. അപ്പോൾ ഇതാണ് ഐസുവിൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം. ട്രഡീഷൻ പഠിക്കാമെന്ന് വെച്ച് കുപ്പായവും പിന്നെ കുറച്ച് കാശിമാല പിന്നെ കമ്മൽ അങ്ങനത്തെയൊക്കെയാണ്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ ചേട്ടൻ എന്തോ വലിയ സംഭവമാണ് കമ്മലിടാൻ പോകണം, ആൾ എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് തോന്നുന്നു. ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തായാലും ഉടുപ്പിടാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല, പിന്നെ പോകാമെന്നുള്ള സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും അങ്ങോട്ട് സഹകരിച്ച് തന്നു. ഞാൻ വിചാരിച്ചു പണി പാളിയെന്ന്. പിന്നെ മാമയും വാപ്പയും കൂടി ഐസുവിനെ മുണ്ട കുടിപ്പിച്ച്, എനിക്ക് വലിയ വശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ 2 പേരും കൂടിയാണ് മുണ്ട കുടിപ്പിച്ചൊന്ന് സെറ്റാക്കിയത്. അതൊക്കെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു, കാരണം ഈ ഡ്രസ്സ് അത്ര കംഫർട്ടബിൾ അല്ല, ചൂടൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ പക്ഷേ ആൾ എന്തൊക്കെയോ ഞാൻ മിഠായിയൊക്കെ കൊടുക്കാതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ആൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ആൾക്ക് ഇച്ചിരി ഷോ കാണിക്കലൊക്കെ കൂടുതലാണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാണിക്കുക. ഹൈസുവിൻ്റെ കുപ്പായം സ്റ്റിച്ച് ചെയ്തത് വാപ്പയാട്ടോ, ഹസ്ബൻഡിൻ്റെ വാപ്പയാണ്. മെറ്റീരിയൽ എടുത്തു, അപ്പോൾ ആൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആൾ സ്റ്റിച്ച് ചെയ്തതാട്ടോ. മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തൊരു ആഡംബരം, എന്തിനതൊക്കെ. പക്ഷേ സ്വന്തമായിട്ടൊരു കുട്ടി വന്നപ്പോൾ എൻ്റെ മൈൻഡൊക്കെ മാറി. എനിക്കിതുപോലെ ചെയ്യണം അങ്ങനെയൊക്കെ. അതായത് ഓരോ ടൈമിൽ നമ്മുടെ ഇതൊക്കെ മാറുമെന്ന് തോന്നുന്നു. ഹൈസിനെ ചില്ലാക്കാനായിട്ട് വാപ്പയമ്മ കൂടി പാട്ടും മേളൊക്കെ ആയിരുന്നു. അതിൻ്റെ ക്ഷീണത്തിൽ ആൾ ഉറങ്ങിപ്പോയി. സാധാരണ കുളിച്ചൊരു ഉറക്കം പതിവുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആ ടൈമായപ്പോൾ ആൾ നല്ലോണം ഒന്ന് ഉറങ്ങിപ്പോയി. ജ്വല്ലറിയിൽ എത്താറായപ്പോഴത്തേക്ക് അവൾ എണീറ്റ് കേട്ടോ. ഇതെൻ്റെ വാപ്പച്ചി ഉമ്മച്ചിയാണ്, അവരെ അങ്ങോട്ടേക്ക് നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചി അവളെ എടുത്ത് അത് കളിപ്പിക്കായിരുന്നു. ജ്വല്ലറിയിലേക്ക് കയറിയപ്പോൾ ആൾ അന്തം വിട്ട് നോക്കുക, എന്താ സെറ്റപ്പ് എന്നൊക്കെ ഉള്ളതിൽ ആളിങ്ങനെ നോക്കുകയാണ്, മൊത്തം ചുറ്റും നോക്കുകയാണ്, എന്താ സംഭവം എന്നൊക്കെ നോക്കി. ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര എല്ലാവരും അവളെ നോക്കണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടന്നു ഒക്കെ കാണിക്കുകയാണ്. ജ്വല്ലറിയിൽ അങ്ങനെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തട്ടാൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഷൂട്ടല്ല, മറ്റേ രീതിയിൽ കുത്താമെന്ന് വിചാരിച്ചിരിക്കും. ഈ കുപ്പായം എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആൾ ഇടുമെന്നൊക്കെ നോക്കി. ആൾ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബനിയൻ അങ്ങനത്തെ ടൈപ്പൊക്കെ ഇടുള്ളൂ. പക്ഷേ ഇതാൾ ഓക്കെ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ചില്ലായിരുന്നു ആള്. ഹൈസുവിൻ്റെ കാതുകത്തിൻ്റെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വലുതാകുമ്പോൾ അവൾക്കൊരു ഓർമ്മയായിരിക്കില്ലേ ഇതൊക്കെ, അല്ലേ? കാതുകുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ വാപ്പ മാറിയിരുന്നു കേട്ടോ. എനിക്ക് കൊച്ചിൻ്റെ കരച്ചിൽ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാറിയിരുന്നു. പിന്നെ ഞാനും അച്ഛനും കൂടിയാണ് പുള്ളിനെ പിടിച്ചു കൊടുത്തത്. അങ്ങനെ കാതുകുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മടക്കമ്പറി ചോദിക്കുന്നതല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാതുകുത്തിയല്ലോ.
കാത് കാണിച്ചു കൊടുത്ത് കണ്ടോ കമ്മലിട്ട് ഞങ്ങള്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.